മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ഇൻ അഗ്രേരിയൻ മലബാർ 1500 to 1800 CE. ഒരു 15-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള മലബാറിലെ മുസ്ലിം ക്രിസ്ത്യൻ ഭൂ ഇടപാടുകളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അവരുടെ മതപരമായും സാമൂഹികപരമായിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ എങ്ങനെ നടന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി, മുസ്ലിം ക്രിസ്ത്യൻസിൻ്റെയും മലബാറിലൊരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി എഴുതുക. ആ സോഷ്യോ എക്കണോമിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് മുസ്ലിംസിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള പാറ്റർനേജ്, അതിൻ്റെ ഒരു ഡിസ്കേഴ്സീവ് ഫോർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ ലിറ്റററി പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസിനൊക്കെ ആ അഗ്രേരിയൻ അല്ലെങ്കിൽ മലബാറിൻ്റെ ഇൻറ്റീരിയേഴ്സിലെ സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിയിൽ നിന്ന് നോക്കി കാണുമ്പോൾ എന്തൊക്കെ പുതുതായി പറയാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ഡിസേർട്ടേഷൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡിസേർട്ടേഷൻ, അങ്ങനെ സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി യെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, അതിൻ്റെ ഒരു സ്രോതസ്സുകൾ എന്തായി ആലോചിക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്ന മലബാറിൽ കുറച്ചെങ്കിലും മുസ്ലിം ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട മോണോഗ്രാഫ്സും ആർട്ടിക്കിൾസൊക്കെ എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലായൊരു കാര്യമാണ്, ഇതിൻ്റെ ഈ ഒരു സെഷന് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക്, അതും ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ ഒരു സെഷൻ്റെ ഒരു അബ്സ്ട്രാക്റ്റിൽ പറഞ്ഞതുപോലെ, കേരളത്തിൻ്റെ മുസ്ലിം ചരിത്രത്തിൻ്റെ നമ്മൾ ചരിത്ര പഠനങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതലായിട്ടും അറബിക് അല്ലെങ്കിൽ അറബി മലയാളം, മുസ്ലിം ചരിത്രത്തിന് പ്രത്യേകിച്ചായിട്ടും, അല്ലെങ്കിൽ കൊളോണിയൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് സോഴ്സസിനെ മുൻനിർത്തിയോ അല്ലെങ്കിൽ അതൊരു ആണിക്കല്ലായി എടുത്തുകൊണ്ടുമാണ് മുസ്ലിം ചരിത്ര രചന ഇപ്പോൾ ഏകദേശം നമുക്ക് പറയാൻ ഒരു 90% നടന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്നാൽ നമുക്ക് മലബാറിലെ ഒരു പ്രീ 19th സെഞ്ച്വറി, ഒരു 19-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മലബാറിലെ ചരിത്ര സ്രോതസ്സുകളുടെ ഒരു തോത് നോക്കുകയാണെങ്കിൽ, മലയാളത്തിലുള്ള മലയാളം, ഇനി എന്താണ് മലയാളം എന്ന് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ് പറയാം, പക്ഷെ മലയാളത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന സോഴ്സുകളിൽ അത് പലതരത്തിലുള്ളതുണ്ട്, അതിലേക്കൊക്കെ കിടക്കാം. പക്ഷേ ഈ മലയാളത്തിലുള്ള സോഴ്സുകൾ ഉള്ളൊരു ധാരാളിത്തമുണ്ട് മലബാറിൽ. എന്നാൽ അത് ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ പഠിക്കപ്പെട്ടുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം ചരിത്രം എഴുതുന്ന, അല്ലെങ്കിൽ ഹിന്ദു കാസ്റ്റ് കമ്മ്യൂണിറ്റികളുടെ, അല്ലെങ്കിൽ ഹിന്ദു അപ്പർ കാസ്റ്റ് നമുക്ക് പറയുന്ന നായർ നമ്പൂതിരി ഒരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിയും കൾച്ചറൽ ഹിസ്റ്ററിയും എഴുതുന്നതിന് പുറത്ത് അത് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളൊന്നും പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരമൊരു ഇതിൽ നിന്ന് ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ഇങ്ങനൊരു സെഷൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ KN പണിക്കർ മുതൽ, കോൺറാഡ് വുഡ് മുതൽ, സ്റ്റീഫൻ ഡെയിലിൻ്റെ വർക്ക് മുതൽ തൊട്ട് ഇന്ന് സെബാസ്റ്റ്യൻ ഫ്രാൻസിൻ്റെ, മഹമ്മൂദ് കുരിയുടെ ഒക്കെ വർക്ക് വരെ എത്തി നിൽക്കുന്ന വർക്കുകളൊക്കെ എടുത്ത് നോക്കിയാലും മലയാളം സോഴ്സുകൾ എന്ന് പറഞ്ഞ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളതൊക്കെ വളരെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലിറ്റററി ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ കേരളോൽപ്പത്തി പോലത്തെയുള്ള ടെക്സ്റ്റുകൾ മാത്രമാണ് മുസ്ലിം ചരിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടുത്തെ ഒരു സെഷനിൽ തന്നെ അഫീഫ് കേരളോൽപ്പത്തി തന്നെ എത്രത്തോളം നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം ചരിത്രം എഴുതാൻ, അതിനൊരു ക്രിയേറ്റീവായ രീതിയിൽ, അതിൻ്റെ ഒരു ഒരു ഹോളിസ്റ്റിക്കായ ഹിസ്റ്ററി അതിൽ നിന്ന് പറയാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് അഫീഫ് തന്നെ ഇതിനു മുമ്പ് ഒരു സെഷനിൽ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളോൽപ്പത്തി ഞാനിതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, കാരണം അങ്ങനെ ഒരു സെഷൻ നടന്നുകൊണ്ട്. പക്ഷേ മറ്റുള്ള അതിലും ഇഗ്നോർ ചെയ്യപ്പെട്ട മലയാളം സോഴ്സുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെ വായിക്കാം എന്നൊക്കെയുള്ള ഒരു മെത്തഡോളജിക്കൽ ഇതാണ്. അപ്പോൾ 3 പോയിൻറ്റ്സാണ് ഞാനപ്പോൾ അതുകൊണ്ടാണ് ഈ ടോക്കിൽ ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് വാട്ട് ആർ മലയാളം സോഴ്സസ്, എന്താണ് മലയാളം സോഴ്സസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പോസ്റ്ററിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിലിൽ മനസ്സിലായിട്ടുണ്ടോ, മലയാളം ഞാൻ ഇൻവേർട്ടഡ് കോമയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് മലയാളം തന്നെ നമ്മൾ പറയണമല്ലോ, മലയാളം സോഴ്സസ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ഇവ മുസ്ലിം ചരിത്രകാരന്മാർ ഉപയോഗിക്കാത്തത്, അതിൻ്റെ ഒരു എന്തൊരു ഫ്രെയിം വർക്കിൽ ചുറ്റിപ്പറ്റി ചരിത്രം പഠിച്ചു തുടങ്ങിയതിനാലാണ് മലയാളം സോഴ്സുകൾ ഉപയോഗിക്കപ്പെടാതിരുന്നത്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സെഷൻ്റെ, വാട്ട് ഡസ് ഇറ്റ് മീൻ മെത്തഡോളജിക്കലി ടു സ്റ്റഡി മലയാളം സോഴ്സസ് വെൻ റൈറ്റിംഗ് മുസ്ലിം ഹിസ്റ്ററി. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു സോഴ്സ് കൂടുതലായി ഉൾപ്പെടുത്താമെന്നല്ലെങ്കിൽ ഒരു ലിംഗ്വിസ്റ്റിക് ഫാമിലിയിലുള്ള കുറച്ച് കൂടുതൽ സോഴ്സ് വായിക്കാമെന്നല്ലാതെ മെത്തഡോളജിക്കലി നമ്മൾക്ക് മലബാറിലെ ചരിത്രം പറയാനും മുസ്ലിങ്ങളുടെ ചരിത്രം പറയാനും അതിൻ്റെ പുതിയ ട്രജക്ടറികൾ, അതിൻ്റെ എൻക്വയറികൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പുതിയതായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അപ്പോൾ അതിൻ്റെ സാധ്യത എന്താണെന്നുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ
ഒരു പോയിൻ്റ് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് മലയാളം സ്രോതസ്സുകൾ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ മുമ്പിലുള്ള സ്രോതസ്സ് എന്നത് കേരളോൽപ്പത്തി ആണ്. മലയാളം സ്രോതസ്സ് ഞാൻ ഇതിൽ മലയാളം സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തുന്നതൊക്കെ എത്രത്തോളം മുസ്ലിം ചരിത്രത്തിന് എന്താണ് മലയാളം സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നതിൽ മുൻനിർത്തിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ളൊരു ആൻസറാണ് കേരളോൽപ്പത്തി എന്നത്. അതിപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ ഓൾറെഡി ഒരു സെഷനിൽ പറഞ്ഞല്ലോ. മാത്രമല്ല ഇത്തരം ലിറ്റററി അല്ലെങ്കിൽ ടെക്സ്ച്വലായിട്ട് ലിറ്റററി സ്വഭാവമുള്ള സ്രോതസ്സുകൾ ഈ കാര്യത്തിൽ കുറച്ചെങ്കിലും പരിഗണന കിട്ടിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ടെക്സ്ച്വലായിട്ടുള്ള ലിറ്റററി സോഴ്സുകളായിട്ടുള്ള വടക്കൻ പാട്ടുകൾ, പയ്യന്നൂർ പാട്ടുകൾ എന്നതിൽ തുടങ്ങി വെള്ളയുടെ ചരിത്രം വരെയുള്ള പുസ്തകങ്ങൾ, ഇതിനൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും ആളുകൾക്ക് അറിയുന്ന, എന്നാൽ അതുമാത്രമല്ല കുറച്ചെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ഉള്ള, പലതരത്തിലും പബ്ലിഷ് ചെയ്യപ്പെട്ടതും ഇന്ന് വിപണിയിൽ വാങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ക്രിട്ടിക്കലായി എഡിറ്റ് ചെയ്ത വോളിയങ്ങളുള്ള ഒരു കൂട്ടം സ്രോതസ്സുകളുണ്ട്. ഞാൻ ടെക്സ്ച്വൽ ആയിട്ടുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ആദ്യത്തെ ഒരു മലയാളം സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തല്ല, പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒന്ന്. എന്നാൽ ഇവ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഏറെക്കുറെ ഇത് ഇത്തരം സ്രോതസ്സുകൾ ഈസിലി അവൈലബിൾ ആണെങ്കിലും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പഠനവിധേയമാക്കാൻ കുറച്ചും കൂടി ഇതിൽ പലതും ആധുനിക മലയാള ലിപിയിൽ എഴുതപ്പെട്ടവ അല്ലെങ്കിൽ പോലും അതിലെ പുതിയ മലയാളം പകർപ്പുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും മലയാളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ലിറ്റററി കൾച്ചർ, അതിൻ്റെ ഒരു മിലിറ്ററി കൾച്ചർ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്നിവയെ പഠിക്കാൻ മാത്രമായിട്ടാണ് ഇത് കൂടുതലായി ഉപയോഗിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചുരുക്കി വായിച്ച സ്രോതസ്സുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നും മുസ്ലിങ്ങളെ മുൻനിർത്തി എഴുതിയ സ്രോതസ്സുകളല്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള മുസ്ലിം സോഷ്യോ എക്കണോമിക് ക്ലാസ്സുകളെ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റീരിയോ ടൈപ്പുകളായിക്കോട്ടെ, കൾച്ചറലായിട്ടുള്ള നെറേറ്റീവ്സ് ആയിക്കോട്ടെ, അതിനൊന്നും വേണ്ട വിധത്തിൽ പരിഗണിച്ചുകൊണ്ട് പഠിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾ അഡ്രസ്സ് ചെയ്ത് എഴുതിയതല്ലാത്തത് കൊണ്ട് ഇത്തരം സാധനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൺസെപ്ച്വൽ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള റീഡിങ് വളരെ ആവശ്യമാണ്. അപ്പോൾ അതാണ് ഒരു കൂട്ടം സോഴ്സുകൾ. രണ്ടാമത്തെ ഒരു തരം സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ആയിട്ടുള്ള രേഖകൾ തന്നെയാണ്. ഒരു തരത്തിൽ കൊളോണിയൽ നമുക്ക് ഇൻവെർട്ടഡ് കോമയായിട്ട് വിളിക്കാം. കാരണം ഇതിൻ്റെ ക്രോഡീകരണവും അതേപോലെ ഇതിൻ്റെ ഒരു സമാഹരണവും ഇതിൻ്റെ ഒരു ഉപയോഗമൊക്കെ ഒരു കൊളോണിയൽ പീരീഡ് കാലത്ത് അല്ലെങ്കിൽ കൊളോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നടന്ന സോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഒരു കൊളോണിയൽ മലയാളം റെക്കോർഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഉദാഹരണത്തിന് തലശ്ശേരി രേഖകൾ അല്ലെങ്കിൽ പഴശ്ശി രേഖകൾ എന്നൊക്കെ പറഞ്ഞ് ടുബിംഗനും അതുപോലെ പല യൂറോപ്യൻ ആർക്കൈവുകളിൽ നിന്നും കണ്ടുകെട്ടിയിട്ടുള്ള മലയാളം കറസ്പോണ്ടൻസ് ലെറ്റർ, മലയാളത്തിലെ പൊളിറ്റിക്കൽ എക്കണോമി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തലശ്ശേരി രേഖകൾ എന്ന് പറഞ്ഞാൽ ഗുണ്ടർട്ടിൻ്റെ ഇവിടെ മലബാറിലുള്ള ജന്മി പൊളിറ്റികൾ അല്ലെങ്കിൽ സ്വരൂപങ്ങളും പലതരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് പ്രത്യേകിച്ച് തലശ്ശേരി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നടന്ന പലതരത്തിലുള്ള കറസ്പോണ്ടൻസുകൾ, വിനിമയങ്ങൾ, അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ബ്രിട്ടീഷുകാർ അവരുടെ ഒരു റെക്കോർഡ് കീപ്പിങ്ങിനായി കമ്പൈൻ ചെയ്തൊരു സമാഹരണത്തിൻ്റെ ഗുണ്ടർട്ടിൻ്റെ പകർപ്പ് ടുബിംഗനിൽ നിന്ന് കണ്ടുപിടിച്ച് അത് എഡിറ്റ് ചെയ്തിറക്കിയൊരു സമാഹരണം എന്ന് പറയാം തലശ്ശേരി രേഖകൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അതേ ഒരു വോള്യത്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സമാഹരണമാണ് പഴശ്ശി രേഖകൾ. ഇത് രണ്ടും ഒരു 1796 മുതൽ 1804, അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ സമാഹരിക്കപ്പെട്ട് പൂർണ്ണമായും മലയാളത്തിലുള്ള, ഇതിന് ഇംഗ്ലീഷ് കറസ്പോണ്ടൻസുകളുണ്ട് ചില ഭാഗത്തൊക്കെ ഈ സമാഹരണത്തിൽ, പക്ഷേ പൂർണ്ണമായും മലയാളത്തിൽ ഉള്ള പലതരത്തിലും മലയാള വ്യവഹാര ഭാഷകളും നാട്ടുഭാഷകളും പല റീജിയനിലുള്ള മലയാളത്തിൻ്റെ അന്നത്തെ എഴുത്ത് സമ്പ്രദായങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ റിഫ്ലക്റ്റായി കാണുന്ന ഒരു നല്ല സമാഹരണമാണ് ഈ കൊളോണിയൽ മലയാളം റെക്കോർഡ്സ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്രോതസ്സുകൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എഗെയിൻ മലബാറിൻ്റെ ഒരു കൊളോണിയലിൻ്റെ ഒരു എക്കണോമിക് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും എഴുതാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും
ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മുസ്ലിം വ്യവഹാരങ്ങളെ പരാമർശിക്കുന്ന ഒരു സ്രോതസ്സാണ് തലശ്ശേരി രേഖകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മലബാറിലെ മുസ്ലിം സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി, അത് ട്രേഡിൻ്റെ ആയിക്കോട്ടെ, അത് കൊളോണിയൽ ടൈമിലുള്ള പ്രശ്നങ്ങളുടെ ആയിക്കോട്ടെ, പൂർണ്ണ രീതിയിൽ ഇന്നും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നോ ഇതിനെ മുൻനിർത്തി ഒരു ആധികാരികമായൊരു മുസ്ലിം സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി രചിക്കപ്പെട്ടിട്ടുണ്ടോ എന്നോ ഒരു തരത്തിലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ചരിത്രരേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിലൂടെ പലതരത്തിലുള്ള മുസ്ലിങ്ങൾ ഭൂസ്വത്ത് കൈവക്കം വെക്കുന്നതിൻ്റെയും അവർക്ക് ഇവിടെയുള്ള സ്വരൂപങ്ങൾ, അതേപോലെയുള്ള ലോക്കലായിട്ടുള്ള പല പൊളിറ്റിക്കൽ അതോറിറ്റിയുമായിട്ടുള്ള അവരുടെ ഇടപാടുകൾ, അവർ ഏത് തരത്തിലൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ കൊളോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇവിടുത്തെ ലാൻഡ് ഓണർഷിപ്പിൻ്റെയും ഒക്കെ ഒരു മീഡിയേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ ഒക്കെ പൂർണ്ണ തരത്തിൽ വളരെ വ്യക്തമായി അത്രയും ആധികാരികമായ രീതിയിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്ന, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്രോതസ്സുകളാണ് തലശ്ശേരി രേഖകളും പഴശ്ശി രേഖകളും. എന്നാൽ ഇപ്പോഴും കേരളത്തിലെ ഇത് ആകെ അത്യാവശ്യം രീതിയിൽ പഠിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാനുള്ളത്, ഒന്ന് പഴശ്ശിയുടെ ചരിത്രം എഴുതാനും, രണ്ട് കേരളത്തിലെ സ്വരൂപങ്ങളും അവരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകളുടെ ചരിത്രം പറയാനും മാത്രമാണ് ഒരു പരിധി വരെയെങ്കിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇത് രണ്ടും വളരെ ആദ്യം പറഞ്ഞ ടെക്സ്ച്വലായിട്ടുള്ള മലയാളം സ്രോതസ്സുകളാണെങ്കിലും ഇത്തരം കൊളോണിയലായിട്ടുള്ള കുറച്ചും കൂടി റെക്കോർഡിക്കലായിട്ടുള്ള സ്രോതസ്സുകളായ തലശ്ശേരി രേഖകളൊക്കെ തന്നെയാണെങ്കിലും ഇത് രണ്ടും കുറച്ചെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ആക്സസ് ഉള്ളതും അത്യാവശ്യം മലയാളം അറിയുന്നവർക്കൊക്കെ സുഖമായി ഉപയോഗിക്കാൻ കഴിയുന്നതും, കുറച്ച് ക്രിട്ടിക്കൽ റീഡിംഗ് നടത്തിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ റീഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതുമായ സ്രോതസ്സുകളാണ്. പക്ഷേ മൂന്നാമത്തെ തരം ഒരു സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇതാണ് കൂടുതലായിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെയാണ് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, മുസ്ലിം ചരിത്രം എഴുതുന്നതിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇത് പറയുന്നതിന് മുമ്പ് ഇത്തരം സ്രോതസ്സുകളിലേക്ക് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇതൊക്കെ ഗ്രന്ഥാവലി റെക്കോർഡുകൾ, ഇതിനെ തുടർന്ന് പറയാൻ പറ്റുന്ന ഇനി പാം ലീഫിലേക്ക് വരുന്ന ലാൻഡ് ട്രാൻസാക്ഷൻസിൻ്റെയും കൊളോണിയൽ ആയിട്ടുള്ള പാം ലീഫ് റെക്കോർഡ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ എന്താണ് മലയാളം തന്നെ പറയണമെന്നുണ്ട്. ഇത്രയും കാരണം നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഒരു ആധുനിക നമ്മൾ ആര്യലിപിയിൽ നിന്ന് അല്ലെങ്കിൽ റിഫോംഡ് ഗ്രന്ഥലിപിയിൽ നിന്ന് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച ഇന്നിവിടെ ഉപയോഗിക്കുന്ന ഒരു മലയാളം എന്നുള്ളതിനുപരി കേരള ഭാഷയുടെ പല ഗ്രന്ഥ ബേസ്ഡ് സ്ക്രിപ്റ്റ് ഉപയോഗപ്പെടുത്തിയ മലയാണ്മ, കോലെഴുത്ത്, വട്ടെഴുത്ത് രണ്ട് രീതിയിലും പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രീതിയിൽ ഉപയോഗപ്പെടുത്തിയ സ്രോതസ്സുകളുടെ ഒരു ധാരാളിത്തമുണ്ട് മലബാറിൽ. അപ്പോൾ ഈ സ്രോതസ്സുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ കേരള ഭാഷയും മലയാളവും ഒരിത് പറയുമ്പോൾ, പ്രത്യേകിച്ചൊരു മുസ്ലിം ഹിസ്റ്ററീൻ്റെ കാര്യം പറയുമ്പോൾ അറബി മലയാളം അത് മലയാളം സ്രോതസ്സാണോ അതോ അത് പ്രത്യേകതരം ഒരു ലിംഗ്വിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ളൊരു പ്രശ്നം, അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ പ്രത്യേകിച്ചൊരു ഭാഷാ ഹിസ്റ്ററിയും ഒക്കെ പഠിക്കുമ്പോൾ അറബി മലയാളത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം മലയാളം സ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോൾ അറബി മലയാളം തന്നെ നമുക്ക് വേറെ രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുക എന്നത്. പക്ഷേ അറബി മലയാളം അത്യാവശ്യം ഇന്ന് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതും അത്യാവശ്യം മുസ്ലിം ഹിസ്റ്ററിക്കും അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തരത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സോഴ്സായി മാറിയതിനെ കുറിച്ച് അതിനെങ്ങനെ പ്രോബ്ലമറ്റൈസ് ചെയ്ത് വെക്കാം എന്നുള്ളതാണെങ്കിലും ഞാനിവിടെ മലയാളം സോഴ്സുകൾ എന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗ്രന്ഥലിപിയുടെ പല വേർഷനുകളിൽ എഴുതപ്പെട്ട കേരള ഭാഷയുടെ പല പകർപ്പുകളായിട്ടുള്ള കോലെഴുത്ത്, മലയാണ്മ, വട്ടെഴുത്ത് സ്രോതസ്സുകളാണ്. ഇതിൽ തന്നെ കോലെഴുത്ത്, ആര്യലിപി, മലയാണ്മയിൽ എഴുതപ്പെട്ട സ്രോതസ്സുകൾ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗ്രന്ഥവരികൾ,
ഗ്രന്ഥവരികൾ അത്യാവശ്യം ചരിത്രം പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ എന്താണ് ഗ്രന്ഥവരി എന്ന് അറിയായിരിക്കും. എന്നാലും ഗ്രന്ഥവരികൾ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ നല്ലോണം ഉപയോഗപ്പെടുത്തിയ ഹിസ്റ്റോറിയൻസാണ് MGS, അതേപോലെ KN കുറുപ്പ്, രാഘവ വാര്യർ, ഇവരൊക്കെ പല രീതിയിലും പല ഗ്രന്ഥവരികൾ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന അത്യാവശ്യം ചരിത്രരചനകൾക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരം ഗ്രന്ഥവരികൾ പൂർണ്ണമായിട്ടും പൊളിറ്റിക്കൽ ഹിസ്റ്ററി, മലബാറിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ലിറ്റററി ഹിസ്റ്ററി, ലിറ്റററി ട്രഡീഷൻ്റെ ഹിസ്റ്ററി, അതും മുസ്ലിമേതര അല്ലെങ്കിൽ ക്രിസ്ത്യനേതര, അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കാസ്റ്റ് ടെമ്പിൾ കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കലും എക്കണോമിക്കും ലിറ്റററിയുമായ ഹിസ്റ്ററി പഠിക്കാനാണ് ഗ്രന്ഥവരികൾ മലയാളത്തിൽ കൂടുതലായിട്ടും ഇത്തരം ഗ്രന്ഥവരികൾ ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രന്ഥവരികൾ എന്ന് പറയുമ്പോൾ പലതരത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥവരികൾ എന്ന് പറയുമ്പോൾ കൂടാളി ഗ്രന്ഥവരിയുണ്ട്, കോഴിക്കോടൻ ഗ്രന്ഥവരികളുണ്ട്. അതിൻ്റെ ഇപ്പോൾ NM നമ്പൂതിരിയുടെ 2 വോള്യൂമുണ്ട്, സ്ഥാനാഹരണ ചടങ്ങുകൾ എന്നും മാമാങ്ക രേഖകൾ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ നിന്ന് അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങളെ എഡിറ്റ് ചെയ്തിറക്കിയ 2 സ്രോതസ്സുകളുണ്ട്. എന്നാൽ ഇന്ന് വള്ളത്തോൾ വിദ്യാപീഠത്തിൽ ഇതിൻ്റെ കോഴിക്കോടൻ ഗ്രന്ഥവരിയുടെ ഒരു പൂർണ്ണമായ ഡിജിറ്റൈസ്ഡ് കളക്ഷൻ ഉണ്ട്. അതിപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയുടെ ഒരു ഡിജിറ്റൈസേഷൻ ഇതിലൂടെയും കുറേയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം കോഴിക്കോടൻ ഗ്രന്ഥവരി, പെരുമ്പടപ്പൻ ഗ്രന്ഥവരി, വഞ്ഞേരി ഗ്രന്ഥവരി, അങ്ങനെ പറഞ്ഞ് കേരളത്തിൽ എത്രത്തോളം സ്വരൂപങ്ങളുണ്ടോ, എത്രത്തോളം വലിയ ജന്മി കുടുംബങ്ങളുണ്ടോ അത്രത്തോളം ഗ്രന്ഥവരികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പ്രൈവറ്റായിട്ട് ഒരു 7-8 ഗ്രന്ഥവരികളാണ് നമുക്ക് പറയത്തക്ക രീതിയിൽ എഡിറ്റ് ചെയ്തും പല ആർക്കൈവ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അതല്ലാതെ തന്നെ പ്രൈവറ്റ് ഫാമിലീസിൻ്റെ ഇപ്പോൾ ശരിക്കും അവർ ചിലപ്പോൾ വെക്കുന്ന ആളുകൾക്ക് പോലും ഇതിനെ ഗ്രന്ഥവരി എന്ന് പറയുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ ഒരു 18-19 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ പ്രാമാണികമായ ജന്മിത്ത കുടുംബങ്ങൾക്കും ഒരു തരത്തിലൊരു ചെറിയ ഗ്രന്ഥവരിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഗ്രന്ഥവരികൾ, ആ ഗ്രന്ഥവരി എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥവരികളുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കാവ്യങ്ങളും പദ്യങ്ങളും മലയാളത്തിലും സംസ്കൃതത്തിലൊക്കെ ഉള്ള പദ്യങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ ദൈനംദിന ഇടപാടുകളുടെ, നമ്മൾ അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ ദൈനംദിന എക്കണോമിക് ഇടപാടുകൾ, ലാൻഡ് റെക്കോർഡ്സ്, ഈ ജാമ്യം, ലീഗലായിട്ടുള്ള റസീത്തുകൾ, ഇതൊക്കെ ഇത്തരം ഗ്രന്ഥവരികളുടെ ഭാഗമായി ഒരു ബണ്ടിലായി നമ്മൾ ഒരു കമ്പൗണ്ട്യമായി ഗ്രന്ഥവരികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതൊരു വലിയൊരു സ്രോതസ്സാണ്. അപ്പോൾ പ്രത്യേകിച്ച് മലബാറിലെ ഇത്തരം പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രന്ഥവരികളും അതേപോലെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യപ്പെട്ട ഇപ്പോൾ കോഴിക്കോടൻ ഗ്രന്ഥവരികളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ വളരെ പ്രകടമായിട്ട് തന്നെ നമുക്ക് ഇത്തരം ഗ്രന്ഥവരികൾ വായിച്ചെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ പ്രകടമായിട്ട് തന്നെ അത് മുസ്ലിംസിൻ്റെ ഒരു റോൾ എന്തായിരുന്നു, ഏതൊക്കെ തരത്തിൽ മുസ്ലിംസിനും ഇതര കമ്മ്യൂണിറ്റിക്കുമുള്ള ഇടയിൽ വിനിമയം നടന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു സോഴ്സ് ഗ്രന്ഥവരി റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ആണ് ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ്. പിന്നെ ഉള്ളതാണ് ഈ പാം ലീഫ്. ഈ പാം ലീഫ് റെക്കോർഡ്സും ഗ്രന്ഥവരി റെക്കോർഡ്സും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. കാരണം പാം ലീഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പൗണ്ട്യത്തിൻ്റെ ഭാഗമായി അത് ഒരു ഫാമിലി ഇങ്ങനെ കൈമാറ്റമൊക്കെ ചെയ്തിട്ട് അതിനൊരു കാറ്റലോഗിങ് സിസ്റ്റമൊക്കെ വരുമ്പോഴാണ് അതൊരു ഗ്രന്ഥവരി എന്നൊക്കെ നമ്മൾ പറയും, ഒരു തരത്തിലുള്ളൊരു കാറ്റലോഗിങ് സിസ്റ്റമൊക്കെ വരുമ്പോൾ. പക്ഷെ അല്ലാതെ തന്നെ പലതരത്തിൽ പാം ലീഫ് റെക്കോർഡ്സിൻ്റെ ഒരു ധാരാളിത്തം നമുക്ക് മലബാർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ശരിയായ ഡോമിനൻ്റ് വേ ഓഫ് പ്രിസേർവിങ് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നോളജ് അല്ലെങ്കിൽ എഴുത്ത് സംരക്ഷിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇത്തരം താളി ഓലകൾ അല്ലെങ്കിൽ ഓലയിലൂടെയാണ്, പാം ലീഫ്സിലൂടെയാണ്. എന്നാൽ മുസ്ലിം ചരിത്ര രചനയിൽ അല്ലെങ്കിൽ മറ്റുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ ചരിത്ര രചനയിൽ ഒട്ടും തന്നെ ഉപയോഗപ്പെടുത്താത്ത ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സാണ് പാം ലീഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ റീജിയണൽ ആർക്കൈവ്സിൽ മാത്രം 300ഓളം ബണ്ടിൽ ഓഫ് 17, 18, 19 നൂറ്റാണ്ടിൻ്റെ പാം ലീഫ് റെക്കോർഡ്സ് ആയിട്ട് ഇപ്പോഴും 300ഓളം ബണ്ടിൽ ഓഫ് പാം ലീഫ് റെക്കോർഡ്സ് ഉണ്ട്. ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ ഒരു 50 ഓലയൊക്കെ വരും. അപ്പോൾ അത്ര 300ഓളം ബണ്ടിലുകളുണ്ട്. അതിലും കൂടുതൽ ഓലകളും താളിയോലകളും ഉണ്ടായിരുന്നു കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സ്. പക്ഷേ ഇപ്പോൾ ഒരു 5-6 കൊല്ലം മുമ്പ് ട്രിവാൻഡ്രത്ത് താളിയോല മ്യൂസിയം തുടങ്ങിയപ്പോൾ
കേരളത്തിൽ അങ്ങോളം ഉണ്ടായിരുന്ന താളിയോല ശേഖരങ്ങൾ ഒരു സ്ഥലത്ത് സമാഹരിക്കാം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ആർക്കൈവ്സിലുള്ള ഒരു 90% താളിയോലകളും അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് ഇൻഡെക്സ് ചെയ്യപ്പെടുകയോ കാറ്റലോഗ് ചെയ്യപ്പെടുകയോ വീണ്ടും വിധത്തിൽ ഉപയോഗിക്കുന്നതിന് അത്ര ആക്സസിബിളായി മാറി ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടപ്പോൾ മലബാറിൻ്റെ ഒരു വലിയൊരു സ്രോതസ്സായിട്ട് പ്രത്യേകിച്ച് നമുക്ക് 19-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മലബാറിൻ്റെ ഏറ്റവും നല്ലൊരു സ്രോതസ്സ് എന്നുള്ള രീതിയിൽ വരേണ്ടിയിരുന്ന അത്തരം താളിയോല രേഖകൾ തീർത്തും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ കളക്ട് ചെയ്ത കുറച്ച് സ്രോതസ്സുകളിൽ കാണും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ, ഇത് 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു താളിയോല രേഖയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ സീല് കാണാം, ട്രഷറീൻ്റെ. ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ₹1 സ്റ്റാമ്പ് ലീഫാണ്. അതിലൊരു മുസ്ലിം ഉഭയ പൈമാഷി ലാൻഡിൻ്റെ രജിസ്ട്രേഷനാണ്. ഒരു ഉഭയ റൈറ്റിലുള്ള മുസ്ലിം ലാൻഡിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു പാം ലീഫ് റെക്കോർഡാണിത്. ഇത് കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലുള്ളതാണ്. അതേപോലെ ഒരു മുസ്ലിം പാലക്കാടുള്ള ഒരു വാവൻ റാവുത്തർക്ക് ഇത് അതേ ബണ്ടിൽ തന്നെ എനിക്ക് കിട്ടിയതാണ്. ഇതും സ്റ്റാമ്പ് ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ റെക്കോർഡാണ്. ഒരു പാലക്കാടുള്ള ഒരു വാവൻ റാവുത്തറുടെ ഒരു ജാമ്യത്തിൻ്റെ ഒരു റെസീപ്റ്റാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാമ്പ് ചെയ്ത് സിഗ്നേച്ചർ ചെയ്തത്. അപ്പോൾ ഇത്തരം രേഖകൾ, ഇപ്പോൾ ഇത് മലയാളത്തിൽ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏർലി ഫോം ഓഫ് മലയാളം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നൊരു മലയാളമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം മലയാളം ആണെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്രോതസ്സാണ് ഇത് രണ്ടും. കുറേയൊക്കെ വളരെ ബ്രിട്ടിലായിട്ടുള്ള രീതിയിലാണ് ഈ രണ്ട് ഓലകളും നമുക്ക് അത്യാവശ്യം ഇന്നത്തെ ഒരു മലയാളവും പിന്നെ കുറച്ച് പദസമ്പത്തും കുറച്ചൊരു ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശമൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊരു മെനക്കേടുണ്ട്, എന്നാലും വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതല്ലാത്ത പല രീതിയിൽ ഇതൊക്കെ എനിക്ക് പലതരത്തിൽ നിന്ന് വേറെ കളക്ട് ചെയ്യാൻ പറ്റുകയാണ്. അതിലിപ്പോൾ 2 സ്രോതസ്സുകളാണ്. ഒന്ന് ഇത് പറയുന്നത് ഒരു മിഡ് 18th സെഞ്ച്വറി 1756 ഒരു ഡോക്യുമെൻ്റ് എന്താണ്. ഒരു പക്കീരി മേത്തറുടെ ഒരു ഉഭയം ലാൻഡ് ആൻഡ് ട്രാൻസാക്ഷനാണ്. അയാളുടെ കുടുംബം വേറെ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഉഭയത്തിന് എന്ന് വെച്ചാൽ താമസിക്കാനായിട്ട് ഭൂമി വാങ്ങുന്നതിൻ്റെ ഒരു ഇടപാട്, അതിൻ്റെ ഒരു കോളഫോൺ, നമ്മൾ കോളഫോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും ഒരു ജിഷ്ടം എന്താണെന്ന് കാണിക്കുന്ന ഒരു ഭാഗം മാത്രമാണ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് കളക്ഷനിലുള്ള ഒരു സാധനമാണ്. അതേപോലെ വേറൊരു മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുന്നത് ഒരു പട്ടാണി, ചക്കൻ, കാദർ ആൻഡ് തമ്പികൾ, അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് ചേലക്കര കയ്യാല നാനൂരിൽ നിന്ന് ഭൂമി വാങ്ങുന്ന പിന്നെ വീണ്ടും ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള ഒരു സ്രോതസ്സുകളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചൊരു എക്സാമ്പിൾ ഒരു 4 ഓല കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സ്രോതസ്സ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്തരം ഈ സിംഗിൾ ഓല എന്ന് പറയുന്ന ലാൻഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഓലകൾ വളരെ അധികം ലഭ്യമാണ്. എന്ന് വെച്ചാൽ തീരെ ആക്സസിബിൾ അല്ല ഒരു രീതിയിൽ. കാരണം ഇത് കൂടുതലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൂടുതലും ഇന്നും, കാരണം സാധാരണ ഒരു മുസ്ലിം കുടുംബമൊന്നും ഇത് സൂക്ഷിച്ചു വെക്കില്ല. കാരണം 18-ാമത്തെയും 19-ാം നൂറ്റാണ്ടിലെയൊന്നും കുടുംബങ്ങളൊന്നും ഇത് സൂക്ഷിച്ചു വെക്കില്ല. ഒന്നെങ്കിൽ പ്രാമാണികമായ അല്ലെങ്കിൽ വളരെയധികം ഭൂമിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന, നമ്മളിന്ന് പ്രമാണികൾ എന്നൊക്കെ പറയുന്ന നാട്ടിൽ വലിയ തറവാട്ടുകളിലൊക്കെ മുസ്ലിം ഫാമിലീസിൻ്റെ കയ്യിൽ പഴയ ഒരു സ്ഥലത്ത് ഒരു 100-300 കൊല്ലമായി താമസിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിലുണ്ടാവാം. പക്ഷെ അതിലുപരി ഈ നായർ നമ്പൂതിരി, പ്രത്യേകിച്ച് ഈ ചില ഹിന്ദു കാസ്റ്റ് കുടുംബങ്ങൾ, മേനോൻ, നായർ, നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇതിൽ പല ആളുകളും പലതരത്തിലും സ്ക്രൈബ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിലും, അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ഏരിയയിൽ തന്നെ 100-500 കൊല്ലമായി താമസിക്കുന്ന ഫാമിലീസൊക്കെ ഉണ്ടാകും കേരളത്തിൽ. കേരളത്തിൻ്റെ എല്ലാ ഇൻലാൻഡ്സിലൊക്കെ പോയാൽ വളരെ സജീവമായിട്ടുള്ള ഇത്തരം തറവാടുകൾ ഇന്നും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പ്രൈവറ്റ് കളക്ഷനായിട്ട് ഇതെന്താണെന്ന് അറിയാത്ത രീതിയിൽ ഇവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. പലതരത്തിലും പല ബന്ധങ്ങളിലൂടെയും പല നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റിയാൽ ഇത്തരം ഒരു ഏരിയയിൽ തന്നെ നമുക്ക് പല കുടുംബങ്ങളിൽ നിന്ന് ഇത്തരം ഓലകൾ കിട്ടും. ഇത് അങ്ങനെ അതേപോലെ അപ്പോൾ ഒന്നതാണ്. അപ്പോൾ ഇത്തരം പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓലകൾ കൂടുതലായും ഓലകൾ എഴുതപ്പെട്ടിട്ടുണ്ടാവുക 2 സ്ക്രിപ്റ്റിലാന്ന് പറയാം, അല്ലെങ്കിൽ 2 ലിപിയിലാന്ന് പറയാം. ഈ 2 കോലെഴുത്ത് എന്ന് പറയുന്ന, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കോലെഴുത്ത് ലിപിയിൽ എഴുതുകയാണ്. അതേപോലെ മലയാണ്മ എന്ന് പറയുന്ന ലിപിയിലും ഏകദേശം സാമ്യമുള്ളതാണ് കോലെഴുത്തുമായിട്ട്. ഈ 2 ലിപിയിലും ഉള്ള ധാരാളം ലാൻഡ് റെക്കോർഡ്സ്
ഇത് നമ്മളിപ്പോൾ ലാൻഡ് റെക്കോർഡ്സ് ഇങ്ങനത്തെ നോക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് ആർക്കൈവ്സിൽ പോയി നോക്കിയാലോ, ഇനി അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആർക്കൈവ്സിൻ്റെ പബ്ലിക് റെക്കോർഡ്സിലേക്ക് നമ്മൾ നോക്കിയാലോ കാണാൻ ഇഷ്ടംപോലെ ബണ്ടിലുകളുണ്ടാവും. ഇതേപോലെ ലാൻഡ് റെക്കോർഡ്സ് ആയിട്ട് ബണ്ടിൽ ചെയ്ത് അവരെങ്ങനെ ബണ്ടിൽ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നവരെ ഇതുണ്ട്. ഇത് കുറുമ്പർനാട്ട് താലൂക്ക് ഇരിങ്ങണ്ണൂർ ദേശം പാട്ട രശീതി. അപ്പോൾ ആ ദേശത്തുമായി ബന്ധപ്പെട്ട് ആർക്കൈവ്സിൽ വന്നിട്ടുള്ള ആ ദേശം അല്ലെങ്കിൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ട പല കുടുംബങ്ങളുടെയൊക്കെ ഒരു സമയത്ത് ഇത് എഴുതപ്പെട്ട ഒരു ബണ്ടിലാക്കി കെട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ദേശാടിസ്ഥാനത്തിൽ ഇങ്ങനെ ആർക്കൈവ്സിൽ എഴുതപ്പെട്ട പല ഓലകളും നമുക്ക് ഇത്തരം സ്ക്രിപ്റ്റ് ഭാഷ എന്ന് വെച്ചാൽ വായിക്കാൻ പറ്റിയാൽ മനസ്സിലാവും. കാരണം മലയാളം തന്നെയാണ്, ഒരു പ്രീമോഡൽ അല്ലെങ്കിൽ പ്രൈമോഡിയൽ ആയിട്ടുള്ളൊരു മലയാളം തന്നെയാണ്. കുറച്ചൊരു പദസമ്പത്തും ഡിക്ഷണറിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ ഭാഷ പെട്ടെന്ന് വായിച്ചു തരാനോ ഒക്കെ പറ്റിയാൽ വായിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കോലെഴുത്ത് പഠിക്കുക അല്ലെങ്കിൽ മലയാളം പ്രത്യേകിച്ച് കോലെഴുത്ത് സാഹിത്യമാക്കിയാൽ വളരെ ഇത്തരം ഒരു ബണ്ടിൽ നോക്കിയാൽ ഒരു ബണ്ടിൽ 2-3 എണ്ണെങ്കിലും, ഒരു 40 കോലുള്ള ഒരു ബണ്ടിലാണെങ്കിൽ 2-3 എണ്ണെങ്കിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ മുസ്ലിം ലാൻഡ് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും മലബാറിലാണെങ്കിൽ. അപ്പോൾ അത്രത്തോളം അപ്പോൾ അതാണ് ഒരു നാലാമത്തെ തരം ഒരു സോഴ്സുകൾ. അപ്പോൾ ഈ സോഴ്സുകൾ ഇനി ഇൻട്രൊഡ്യൂസ് ഇനി ഇതിൻ്റെ കുറച്ച് മെത്തഡോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇത്തരം സ്രോതസ്സുകൾ ഇതുവരെ ഉപയോഗിക്കപ്പെടാതിരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ഹിസ്റ്ററി നമ്മൾ KN പണിക്കർ അഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എഴുതിയതിന് ശേഷം തൊട്ട് നമ്മൾ ഇന്ന് വരെയുള്ള മുസ്ലിം ഹിസ്റ്ററി നോക്കിയാൽ മുസ്ലിം ഹിസ്റ്ററി ഫ്രെയിംവർക്സ് ഒക്കെ വളരെ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നറേറ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റൽ ആയിട്ടുള്ള നറേറ്റീവ്സിൽ ഊന്നിയിട്ടുള്ള പഠനങ്ങളാണ് നമുക്ക് കാണുന്നത്. കൾച്ചറൽ ഹിസ്റ്ററി ഫ്രെയിംവർക്സിന് വളരെ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് മുസ്ലിം ചരിത്രാന്വേഷണത്തിൽ കൂടുതലായി നമ്മൾ അവലംബിച്ച് കാണുന്നത്. അപ്പോൾ എന്നാൽ എന്താ ഇതിൻ്റെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലെ മറ്റുള്ള ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് ഹിന്ദു കമ്മ്യൂണിറ്റികളുടെ കൾച്ചറൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനത്തെ ചരിത്രം നോക്കിയാൽ ആദ്യം എഴുതപ്പെട്ടത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിയാണ്. അതിൻ്റെ മുകളിലാണ് ഒരു കൾച്ചറൽ ഹിസ്റ്ററി പഠിക്കപ്പെട്ടതെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ എഴുതപ്പെട്ട ഭൂ ഇടപാടുകൾ, ഇപ്പോൾ ഈ ജന്മം കാണത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇതൊക്കെ എഴുതപ്പെട്ടത് ഒരു നായർ നമ്പൂതിരി കമ്മ്യൂണിറ്റീനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് എഴുതപ്പെട്ട സ്രോതസ്സുകൾക്ക് മുകളിലാണ് ഹിന്ദു ലിറ്റററി കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദു നമ്മളിന്ന് പറയുന്ന പലതരത്തിലുള്ള കൾച്ചറലായിട്ടുള്ള ഹിസ്റ്ററികൾ എഴുതപ്പെട്ടുള്ളത്. എന്നാൽ മുസ്ലിം ഹിസ്റ്ററിയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രത്യേകിച്ച് പ്രീമോഡേൺ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ 1921 എത്തി നിൽക്കാത്ത എല്ലാ മുസ്ലിം ഹിസ്റ്ററികളിലും നമ്മൾ എഴുതപ്പെട്ടുള്ളത് വളരെ കൾച്ചറലായിട്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ ടേണിൻ്റെ ഒരു ഇതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ലാംഗ്വേജിനെ അടിസ്ഥാനപ്പെടുത്തി അറബിക് അല്ലെങ്കിൽ അറബി മലയാളത്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തി ജൂറിസ്പ്രുഡൻഷ്യൽ ടെക്സ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി പലതരത്തിലുള്ള കൾച്ചറലായിട്ടുള്ള നറേറ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുസ്ലിം ചരിത്രങ്ങൾ കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതല്ലാത്തൊരു മെയിൻ മോണോഗ്രാഫ് എന്ന് പറയാൻ പറ്റുന്നത് സെബാസ്റ്റ്യൻ ഫ്രാങ്കിൻ്റെ ഒരു വർക്കാണെന്നെങ്കിലും അതുപോലും തീർത്തും ഒന്നൊരു കൊളോണിയൽ റെക്കോർഡ്സിന് ഉപയോഗിച്ചും രണ്ട് അറബിക് അല്ലെങ്കിൽ വീണ്ടും ഒരു ഇന്ത്യൻ ഓഷ്യൻ സുലഭമായി അവൈലബിൾ ആയിട്ടുള്ള മലയാളം റെക്കോർഡ്സിന് തീർത്തും അവഗണിച്ചു കൊണ്ടിട്ടുള്ളൊരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തെ ഇത്തരം കൾച്ചറലായിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിക്ക് മുൻഗണന കൊടുത്ത് പ്രത്യേകിച്ച് അറബിക് അതേപോലെയുള്ള പേർസോ അറബിക് സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങൾക്കും ഓഷ്യാനിക് ആയിട്ടുള്ള സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ടെക്സ്റ്റൽ ട്രഡീഷൻസിന് മുൻഗണന കൊടുത്തു വരുമ്പോൾ മുസ്ലിം കൾച്ചർ എന്ന് പറയുന്നത് പെട്ടത് തന്നെ ഒരു ഇന്ത്യൻ ഓഷ്യൻ കൾച്ചറായി മാറി. മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് മലബാറിലെ മുസ്ലിങ്ങളുടെ കോസ്റ്റൽ ടൗണിലെ ചരിത്രമാവും. എന്തുകൊണ്ടാണ് മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഇന്നും ഒരു വളരെ വ്യക്തമായി പറയാൻ പറ്റും, ഒരു 16, 17, 18 നൂറ്റാണ്ടിലൊക്കെ കോസ്റ്റൽ ഇപ്പോൾ നമ്മൾ പൊന്നാനി, കോഴിക്കോട് എന്നുള്ള ഏരിയയിൽ എത്രത്തോളം മുസ്ലിംസുകളുണ്ടായിരുന്നു അതിൻ്റെ എത്രയോ 10 മടങ്ങ് മുസ്ലിംസ് മലബാറിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ താമസിക്കുന്നുണ്ട് അന്നും പല രീതിയിൽ അഗ്രേറിയൻ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്.
പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം കൾച്ചറൽ ഹിസ്റ്ററി എഴുതുമ്പോഴൊക്കെ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ മുസ്ലിം സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി എഴുതുമ്പോൾ 19-ാം നൂറ്റാണ്ട് 1901 ഒരു അഗ്രേറിയൻ റിവോൾട്ട് അല്ലെങ്കിൽ പെസൻറ്റിൻ്റെ അന്നുള്ളൊരു പെസൻറ്റ് റിവോൾട്ടിൻ്റെ ചരിത്രം എഴുതുമ്പോൾ മാത്രമാണ് അഗ്രേറിയൻ ഹിൻഡർലാൻഡ്സ് മുസ്ലിംസിന് പറയാൻ പറ്റുന്ന ഒരു ചരിത്രമുള്ളൂ. അതിനു മുമ്പ് ഉള്ള മുസ്ലിം ചരിത്രങ്ങളിൽ അപ്പോൾ പൂർണ്ണമായും കടലോര പ്രദേശങ്ങൾ, അല്ലെങ്കിൽ കായൽ പട്ടണങ്ങൾ, അല്ല കടലോര പട്ടണങ്ങളും പോർട്ട് ടൗണുകളും മുൻനിർത്തിയുള്ള അതിലുള്ള ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻസിനും ഒക്കെ മുൻഗണന കൊടുത്ത് എഴുതിയതാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനാൽ തന്നെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഫ്രെയിംവർക്ക് കൾച്ചറൽ ഹിസ്റ്ററി, ആ കൾച്ചറൽ ഹിസ്റ്ററിയുടെ ഏരിയ എന്ന് പറയുന്നത് കടലോരവുമായി മാത്രം ലിമിറ്റ് ചെയ്യപ്പെടുകയും മലയാളം അല്ലെങ്കിൽ ഗ്രന്ഥലിപിയിൽ വന്നിരുന്ന കേരള ഭാഷയിലെയും ആദിമ മലയാളത്തിലെയും സ്രോതസ്സുകളൊക്കെ മുസ്ലിമേതര സ്രോതസ്സുകളായി തന്നെ മാർക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. മുസ്ലിം ഹിസ്റ്റോറിയൻസും അതിൽ മലബാറിൻ്റെ സോഷ്യോ എക്കണോമി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സോഷ്യോ എക്കണോമി പഠിക്കുന്ന ചരിത്രകാരന്മാരൊക്കെ ഇത് ഒരു ടെമ്പിൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ചരിത്രം സ്രോതസ്സുകൾ മാത്രമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആദ്യമേ മുൻകൂട്ടി വിധിച്ചിട്ടാണ് ഇത്തരം സ്രോതസ്സുകൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഭൂമി ഇടപാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ റെൻറ്റ്, ടാക്സ്, ജാമ്യ റെസീറ്റ്, ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും എല്ലാ കമ്മ്യൂണിറ്റിക്കുമുള്ള ഒരേ ഒരു സ്ക്രൈബൽ വേൾഡ് ഇത്തരം കോലെഴുത്ത് രേഖകൾ തന്നെയായിരുന്നു. അത് മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മലബാറിലെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും പലതരത്തിലുള്ള ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള വിനിമയങ്ങളുടെ രജിസ്റ്റർ ഉണ്ടാവണമെങ്കിൽ അത് ഈ കോലെഴുത്ത് രേഖകളിലൂടെ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം കൾച്ചറൽ നറേറ്റീവ്സിനെ മുൻഗണിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ചരിത്രത്തിന് മുൻഗണന കൊടുത്തത് കൊണ്ടാണ് ഈ തീർത്തും ഒരു രീതിയിൽ പറഞ്ഞാൽ മലയാളം സ്രോതസ്സുകൾ തീർത്തും അവഗണിക്കപ്പെട്ടത്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനോടൊക്കെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു അസംഷൻ ഇത്തരം സ്രോതസ്സുകളെക്കുറിച്ച് ഇല്ലാത്തതിനാൽ ഇത് പഠിക്കണമെന്നുമില്ല. അതിനാൽ തന്നെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിംസ് വളരെ ആക്റ്റീവായിട്ടുള്ള സ്ക്രൈബ്സ് ആയിരുന്നു. ഇപ്പോൾ അതിലേക്കും കിടക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെ മലയാള ഭാഷാ വ്യാകരണത്തിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മലയാണ്മ എഴുതി കാണുന്ന അക്ഷരങ്ങൾ രണ്ട് വിധം. ഒന്ന് പൂർണ്ണമായി നടപ്പുള്ള വട്ടെഴുത്ത്, കോലെഴുത്ത് എന്ന് ചൊല്ലുന്നു. അതിപ്പോഴും ജോനകർക്ക് പ്രമാണം. എന്നുവെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റിൽ ഗുണ്ടേർട്ട് ആധികാരികമായി പറയുന്നൊരു കാര്യമാണ് വട്ടെഴുത്തും കോലെഴുത്തും ജോനകർക്കാണ് പ്രമാണം. എന്ന് വെച്ചാൽ മലബാറിൻ്റെ ഏതെങ്കിലും ഒരു റീജിയനിലെങ്കിലും വട്ടെഴുത്തും കോലെഴുത്തിൻ്റെയും പൂർണ്ണമായ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ക്രൈബിലായിട്ടുള്ള പല പ്രവർത്തികളും ചെയ്തിരുന്നത് ജോനകർ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്നാണ് ഒരു തരത്തിൽ ഇത് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ വട്ടെഴുത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ തീർച്ചപ്പെട്ടൊരു കാര്യമാണ്. കാരണം മുസ്ലിംസിൻ്റെ ഒരു സ്ക്രൈബൽ പ്രാക്ടീസ് തന്നെയായിരുന്നു ഈ എപ്പിഗ്രഫിക്കലി നമ്മൾ ഇൻസ്ക്രിപ്ഷനിൽ കാണുന്ന വട്ടെഴുത്ത് സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്ക്രൈബൽ അല്ലെങ്കിൽ നോളജ് ഉള്ള, ഒരു കാലത്ത് സ്ക്രൈബലി അവർ ഇത്തരം മേഖലയുമായിട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന കോലെഴുത്ത്, വട്ടെഴുത്ത് പോലെയുള്ള കേരള ഭാഷയുടെ ലിപികൾ ഇന്നറിയുന്ന മുസ്ലിം സ്കോളേഴ്സ് തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം, വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്രോതസ്സല്ലാന്ന് ആദ്യമേ മുൻവിധിയുള്ളത് കൊണ്ടാണ് ഇത്തരം ഭാഷകളും ഇത്തരം ലിപികളും ഇത്തരം ലിപിയുടെ ടെക്സ്റ്റൽ ട്രഡീഷൻസും ഒന്നും പഠിക്കേണ്ട എന്നുള്ള രീതിയിൽ വന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കുക എന്നുള്ളത് ഇനി ഇതിൻ്റെ അവസാനത്തേക്ക് പറയാം. പക്ഷേ ഈ സ്രോതസ്സുകൾ ഇനി പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള ഉപകാരമാണ് ഉണ്ടാവുക? ഒന്ന്, ഹെൽപ്പ് ടു സ്റ്റഡി മുസ്ലിം സോഷ്യൽ ഫോർമേഷൻ ഇൻ മലബാർ. മുസ്ലിം ചരിത്രം ഒരു സോഷ്യൽ ഫോർമേഷൻ, മലബാറിൽ അത് എങ്ങനെ സോഷ്യലായിട്ടുള്ള റിലേഷൻസിനെ, നമ്മൾ കൾച്ചറലായിട്ടുള്ള റിലേഷൻസിനെ മാത്രമല്ല, കൾച്ചറായിട്ടുള്ള ഹിസ്റ്ററി മാത്രമല്ല, മുസ്ലിംസ് എക്കണോമിക്കലിയും സോഷ്യലിയും മറ്റ് കമ്മ്യൂണിറ്റികളായിട്ട്, അതുമാത്രമല്ല സ്വന്തമായിട്ടും ഉള്ളിൽ തന്നെയും എങ്ങനെയാണ് സോഷ്യൽ ഫോർമേഷൻ ഉണ്ടായി, എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ തറവാടുകൾ ഉണ്ടായത്, എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഭൂമി കൈവശം വന്നത്, ഏത് തരത്തിലാണ് ആ ഭൂമി കൈവശം വന്നത്, ആരോടാണ് ആ ഭൂമി വാങ്ങിയത്, ഏതൊക്കെ തരത്തിലുള്ള ഭൂവുമായി ബന്ധപ്പെട്ടതും ഈ ജന്മം കാണത്തിലുള്ളതായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള റൈറ്റുകൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു,
പള്ളിയുടെ ഭൂമി ഏത് തരത്തിലുള്ള ഭൂമിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും പള്ളി ഉണ്ടാവണമെങ്കിൽ ഈ പള്ളിക്ക് പ്രൈവറ്റ് ഭൂമിയിൽ പ്രൈവറ്റ് ഭൂമി മാത്രമല്ല വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു കമ്മ്യൂണിറ്റിക്ക് അധികാരമുള്ള ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രൈവറ്റ് ഭൂമി, നമ്മൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന് റൈറ്റുള്ള ഭൂമികൾ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് റൈറ്റുള്ള ഭൂമികൾ ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമുക്കില്ല, നമുക്കതിന് ഉത്തരമല്ല. കോസ്റ്റൽ ഏരിയാസിൽ മുസ്ലിംസ് എങ്ങനെ താമസിച്ചു, പരദേശികളായി താമസിച്ചവരുണ്ട്, കച്ചവടക്കാരായി താമസിച്ചവരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർ ജന്മിമാരായി മാറിയത്, പല സ്ഥലത്തും എങ്ങനെയാണ് മുസ്ലിം ജന്മികളുണ്ടായത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നായർക്കും നമ്പൂതിരിമാർക്കും മാത്രം ലാൻഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മുസ്ലിം ജന്മികൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ക്രിസ്ത്യൻ ജന്മികൾ ഉണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഒരു സോഷ്യൽ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു. ഇനി അത് പഠിച്ചതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെർച്ചൻറ്റ് പ്രാക്ടീസ് എത്രത്തോളം മുസ്ലിം ഡിസ്കസീവ് അല്ലെങ്കിൽ പള്ളികൾ ഉണ്ടാവാനും ഒക്കെയുള്ളൊരു അതിൻ്റെ ഒരു പാറ്റേണേജായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ചെറിയൊരു ധാരണ ഉണ്ടാവും. പക്ഷേ ഈ ഉൾനാട്ടുകൾ, ഇപ്പോൾ മുസ്ലിം ഉൾനാടുകളിലുള്ള പള്ളികൾ, ആ മുസ്ലിം ഉൾനാടുകൾ ഉണ്ടാവുന്ന ലിറ്റററി പ്രൊഡക്ഷൻ, ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേണേജിൻ്റെ ബേസിസ് ഈ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡാണോ അതോ അവിടെ ഉണ്ടായിരുന്ന അഗ്രേരിയൻ എക്കോണമിയാണോ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരമല്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം വരണമെങ്കിൽ നമുക്ക് ഇത്തരം ലാൻഡ് റെക്കോർഡുകൾ മലയാളത്തിൽ എഴുതപ്പെട്ട് ഇത്തരം സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ്സ് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള അസമത്വങ്ങൾ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇപ്പോൾ എല്ലാവരും കച്ചവടക്കാരായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത്രയും മുസ്ലിങ്ങളുടെ ഇടയിൽ അസമത്വം, പല രീതിയിലുള്ള ക്ലാസ് ആയിട്ടായിക്കോട്ടെ, ഒരു തരത്തിൽ പറഞ്ഞാൽ കാസ്റ്റിൻ്റെയും ഒക്കെയുള്ള അസമത്വങ്ങൾ. ഇനി അതേപോലെ മുസ്ലിംസും സ്ലേവറിയുമായിട്ടുള്ള റിലേഷൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള ബോണ്ടഡ് ലേബർ ആയിട്ടുള്ള തീയ പോലെ സമൂഹങ്ങളോടുള്ള മുസ്ലിങ്ങളുടെ എങ്ങനെയായിരുന്നു ഇൻട്രാക്ഷൻസ്, അത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതേപോലെ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു 14ാം നൂറ്റാണ്ടിൻ്റെ ഒരു ട്രാവലോഗ്സൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ചുരുങ്ങിയ പോപ്പുലേഷനാണ് കോഴിക്കോട് പോലെയുള്ള റീജിയനിൽ പോലും മുസ്ലിംസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ട്രാവലോഗ്സ് അല്ലെങ്കിൽ 13 മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള പല സ്രോതസ്സുകളൊക്കെ എടുത്ത് പരിശോധിച്ചാലും മുസ്ലിം പോപ്പുലേഷൻ മലബാറിൽ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും പോപ്പുലേഷൻ അവർ വളരെ നമുക്ക് കൂടുതലായും ഈ കായൽപട്ടണങ്ങളിൽ ചെറിയ പോപ്പുലേഷനായിട്ട് നിന്ന ആളുകളാണെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ 18ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ സ്റ്റേറ്റിൻ്റെ ഒരു ചരിത്രത്തോട് എടുത്തു വായിക്കുമ്പോഴത്തേനും ഇന്ന് അതല്ല സ്ഥിതി. മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ, മലപ്പുറം ഏരിയകളിൽ മുസ്ലിംസ് ഒരു വലിയ പോപ്പുലേഷനാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഈ പോപ്പുലേഷനിൽ ഇത്ര ഇൻക്രീസ് ഉണ്ടാകുന്നത്? അപ്പോൾ അതിൽ കൺവേർഷൻ ചെയ്ത കാര്യമുണ്ട്. അപ്പോൾ കൺവേർഷൻ എങ്ങനെ നമുക്കൊരു സോഷ്യോ എക്കണോമിക് പ്രോസസ്സായി മനസ്സിലാക്കാൻ പറ്റും? കാരണം ഒരു പ്രോസ്ലിറ്റൈസേഷന് മുമ്പുള്ള മുസ്ലിം കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ഒരു പോപ്പുലേഷൻ ഇൻക്രീസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആധികാരികമായ സ്രോതസ്സ് എന്ന് പറയാൻ പറ്റുന്നത്, ഇത്തരമുള്ള ഏത് പഠനങ്ങൾ നടത്തണമെങ്കിലും ആധികാരികമായ സ്രോതസ്സ് എന്ന് പറയാൻ പറ്റുന്നത് ഇത്തരം പാം ലീഫ് റെക്കോർഡ്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ഏത് ഭാഷ ലിറ്റററി നമ്മൾ മലയാള ഭാഷയുടെ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ ഫിലോളജിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഏത് പ്രമുഖ കാനണിക്കലായിട്ടുള്ള ബുക്സൊക്കെ എടുത്ത് നോക്കിയാലും ഈ മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ കേരള ഭാഷയ്ക്ക് മുസ്ലിങ്ങളുടെ സംഭാവന എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യനുകളെ ഒഴിവാക്കി നിർത്തി എഴുതപ്പെട്ട ചരിത്രമാണ് മലയാളത്തിൻ്റെ ചരിത്രം എന്ന് പറയാൻ പറ്റും. ഒരു ഭാഗത്ത് ഇന്ന് അറബി മലയാളത്തിലൂടെ അത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ചില രീതിയിലെങ്കിലും ശ്രമിക്കുന്നുണ്ട്. കേരള ഭാഷയായിട്ടും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ലിറ്റററി കൾച്ചറിനൊക്കെയുള്ള അറബി മലയാളത്തിൻ്റെ ഒരു സ്വാധീനം എന്താണ്, മലയാളത്തിൻ്റെ ലിറ്ററേച്ചറിനെ അതെങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിലും മുസ്ലിം സ്ക്രൈബൽ കൾച്ചറിൻ്റെയും മുസ്ലിം ദൈനംദിന ഇടപാടുകളുടെയും രേഖകളായി മാറിയിട്ടുള്ള ഇത്തരം കോലെഴുത്തിലെയും മലയാണ്മയിലും സ്രോതസ്സുകളും എന്തുകൊണ്ട് അങ്ങനെ പഠിക്കപ്പെട്ടുകൂടാ? അപ്പോൾ മലയാളത്തിൻ്റെ ചരിത്രം തന്നെ നമുക്ക്
ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കാസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദു സ്ക്രൈബൽ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ഹിന്ദു ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റികൾക്ക് പുറമേയുള്ള കമ്മ്യൂണിറ്റികൾക്കും അതിലുള്ള സ്ഥാനം മനസ്സിലാക്കുവാനും അത്തരം രീതിയിൽ ഭാഷാ വ്യവഹാരങ്ങളെയും ലിറ്റററി ട്രഡീഷനെയൊക്കെ ഒരു തരത്തിൽ അപ്രോച്ച് ചെയ്യാനും സഹായകമാകുന്നതും ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളിലെ ഭാഷയെയും അതിൻ്റെ എഴുത്ത് രീതികളെയും അതിലെ സ്ക്രൈബൽ കൾച്ചറിനെയും അതിലെ സ്ക്രൈബൽ കമ്മ്യൂണിറ്റികളെയും പഠിക്കുമ്പോൾ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ മെത്തഡോളജിക്കൽ പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ഒരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി. ഇന്നും 15 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള മുസ്ലിം ചരിത്രരേഖകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോസ്മോപൊളിറ്റൻ, അതേപോലെ പലതരത്തിലുള്ള ഇന്തോനേഷ്യൻ ഭാഷാ നെറ്റ്വർക്കുകളെയും അതിൻ്റെ സർക്കുലേഷനെയും അതിലെ ടെക്സ്റ്റൽ സർക്കുലേഷനെയും മുൻനിർത്തിയുള്ള പഠനങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ അതിനൊരു ബാക്ക് ബോണായി മാറേണ്ടിയിരുന്ന ഇൻലാൻഡ്സിലെ അല്ലെങ്കിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളും ജീവിച്ചിരുന്ന ഇൻലാൻഡ്സിലെ ഒരു സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി അത് നമുക്കില്ല എന്ന് തന്നെ പറയാം ഇന്നത്തെ ചരിത്ര അന്വേഷണങ്ങളിൽ. അപ്പോൾ അത്തരം ചരിത്ര അന്വേഷണങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമുക്ക് ലിറ്റററി ആയിട്ടുള്ള കൾച്ചർ ഇവിടെ മാപ്പിളമാർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി എങ്ങനെ ഫോം ചെയ്തു, ആ കമ്മ്യൂണിറ്റിയുടെ പാട്രണേജും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ ലിറ്റററി ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇത്രയും ഈ അഗ്രേരിയൻ ഹിൻഡർലാൻഡ്സിൽ എങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റികൾ ഉടമസ്ഥതയും ഭൂസ്വത്തുക്കളുമായി ഇടപെട്ട് കടന്നു നിന്ന് പൂർണ്ണമായി മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം മലയാളം സ്രോതസ്സുകൾ അവലംബിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തഡോളജിക്കൽ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ ഒരു ടെക്നിക്കൽ സ്കില്ല് അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ആക്സസ് ചെയ്യുക എന്നുള്ളത്? അപ്പോൾ ഒന്ന്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇന്ന് കേരളത്തിൽ റിസോഴ്സസ് വളരെ കുറവാണെന്നുള്ളത് തന്നെയാണ് വാസ്തവം. കോലെഴുത്ത് പഠിക്കാനാണെങ്കിലും വട്ടെഴുത്ത് പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മോഡേൺ കേരള ഭാഷയുടെ പല ലിപി രൂപങ്ങളും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള സപ്പോർട്ട്സ് വളരെ കുറവാണെന്നുള്ളത് തന്നെയാണ് വാസ്തവം. ചില കേരളത്തിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതേപോലെ കാലടിയിലൊക്കെയുള്ള മലയാള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ അവിടെയൊക്കെ ആണെങ്കിൽ പഠിക്കാൻ പറ്റും. കാരണം അവർക്ക് അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ ഉണ്ട്, ഇപ്പോൾ ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും രൂപത്തിലെങ്കിലും. അപ്പോൾ അത് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. പക്ഷേ അതിലുപരി ഇത് ശരിക്കും കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റിയാൽ സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ കോലെഴുത്ത് പഠിച്ചത് പറയുന്നത് ഏകദേശം ഒരു ട്യൂട്ടറിൻ്റെ ഒരു ചെറിയ സപ്പോർട്ടിലും, എന്നാൽ കൂടുതലും ഒരു ദിവസത്തിൽ 1 മണിക്കൂർ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുമാണ്. ഇപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന 2 പുസ്തകങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന. ഒന്ന് കേരളത്തിലെ കേരള സ്റ്റേറ്റ് ആർക്കൈവ്സിൻ്റെ തന്നെ ഒരു പ്രസിദ്ധീകരണമായിട്ടുള്ള കേരളത്തിലെ പ്രാചീന ലിപി മാതൃകകൾ. ഇതിപ്പോൾ കോഴിക്കോട് ആർക്കൈവ്സിലോ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും എറണാകുളത്തെ ആർക്കൈവ്സിലോ ട്രിവാൻഡ്രത്തെ ആർക്കൈവ്സിലോ അല്ലെങ്കിൽ നാഷണൽ ബുക്ക് സ്റ്റാളിലോ എവിടെയെങ്കിലും പോയാൽ ഇതിൻ്റെ ഒരു കോപ്പി ആവില്ല. ചെറിയൊരു ബുക്കാണ്. ഇതിൽ അത്യാവശ്യം കോലെഴുത്ത്, വട്ടെഴുത്ത്, മലയാളം ഈ 3 ലിപികളെയും പ്രാഥമികമായ രീതിയിൽ പഠിക്കാനും ചെറിയ രീതിയിലെങ്കിലും വായിച്ചു തുടങ്ങാനുള്ളൊരു ട്രെയിനിങ് ഇതിലൂടെ പോസിബിളാണ്. എന്നാൽ അതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലൊരു പുസ്തകം എന്ന് പറയുന്നത് കുറച്ചൊരു പഴയ പുസ്തകമാണ്. LA രവിവർമ്മ എഴുതിയ പ്രാചീന കേരള ലിപികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുകയും അതേപോലെ ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആളുടെ ഒരു സഹായവും ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ ചെറിയ രീതിയിൽ ഇതിൻ്റെ സഹായം ശരിക്കും ആവശ്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓല നിങ്ങൾക്ക് അറിയുന്ന ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആളുടെ അടുത്ത് ആ ഓലേൻ്റെ ഫോട്ടോ വാങ്ങുക. അതേപോലെ ആളോട് അത് വായിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒരു മലയാളം പകർപ്പും അതേപോലെ അക്ഷരം ടു അക്ഷരം കറക്റ്റ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ നിങ്ങളിൽ ഒരു കോപ്പി ഉണ്ടാവും ഇത് പഠിക്കാൻ. എന്നിട്ട് ഈ പുസ്തകം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഈസിയാന്ന് വെച്ചാൽ ദിവസവും കുറച്ചേരം ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടങ്ങളിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് പഠിച്ചെടുക്കുന്നതിലുള്ള പിന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ലിപി സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള എഴുത്ത് സമ്പ്രദായങ്ങളാണ്. അപ്പോൾ
വളരെ വ്യത്യസ്ത തരത്തിൽ, ഒന്ന് കൈയെഴുത്തുമാണ്. അപ്പോൾ വളരെ വ്യത്യസ്ത തരത്തിലുള്ള എഴുത്ത് രീതികൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഈ ഈ കേരളത്തിലെ പ്രാചീന ലിപി മാതൃകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലൊരു പേജാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ അക്ഷരം, ന അക്ഷരം, മ, യ, വ, ഈ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അക്ഷരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ആയിരിക്കും. അത് അത്യാവശ്യം നിങ്ങൾക്കൊരു കുറച്ചൊന്ന് റീഡ് ചെയ്ത് മനസ്സിലായി തുടങ്ങിയാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇതിനെ വായിച്ചെടുക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും പറ്റും. പക്ഷേ ഇങ്ങനെ തുടങ്ങി കിട്ടുമ്പോൾ ഇങ്ങനെ കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാത്ത സ്ക്രിപ്റ്റ് പഠിക്കുന്നത്, അതുമാത്രമല്ല പല ടൈം പീരീഡുകളിലും ഇത് ഏകദേശം കേരളത്തിലൊരു 9-ാം നൂറ്റാണ്ട് മുതൽ ഒരു 20-ാം നൂറ്റാണ്ട് തുടക്കം വരെ ഉപയോഗിക്കപ്പെട്ട ലിപികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരം ലിപികൾ ഒരു ഏകദേശം 1000 കൊല്ലത്തോളം ഉപയോഗിക്കപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ലിപികളായതുകൊണ്ട് തന്നെ ടൈമിൻ്റെ അടിസ്ഥാനത്തിലും പീരീഡ് മാറുന്നതിനൊപ്പവും സ്ഥലങ്ങൾ മാറുന്നതിനൊപ്പവും വേരിയേഷൻസ് നല്ലോണം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു 3-4 പാം ലീവ്സൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ ഇത്തരം വേരിയേഷൻസിന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. തുടങ്ങി കിട്ടാനാണ് ശ്രമം. ഒന്ന് തുടങ്ങി നിങ്ങളൊരു 2-3 ആഴ്ച പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായി തുടങ്ങും. എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻസിന് മനസ്സിലാക്കേണ്ടത്, ഏതൊക്കെ തരത്തിൽ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ പാം ലീഫ് റെക്കോർഡ്സ് നോക്കുമ്പോൾ. പാം ലീഫ് റെക്കോർഡ്സിൻ്റെ ഒരു എഴുത്ത് രീതി, പ്രത്യേകിച്ച് ലാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ടുള്ള ഈ ഡോക്യുമെൻറ്റ്സുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്, അവയിൽ കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ലാൻഡ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസ് ആയിട്ട് ഇപ്പോൾ ദേശം, താലൂക്ക്, ജന്മം, അതുപോലെ കുറേ യൂണിറ്റുകൾ, ഈ കാണം, മുക്കാണം, പറ, നെല്ല്, അങ്ങനത്തെ കാര്യങ്ങളെ അങ്ങനെ കുറേ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇത്തരം ടെക്നിക്കൽ ടേമുകൾ പഠിക്കുക. അതും ഈ പുസ്തകങ്ങളിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ ഇത്തരം ടെക്നിക്കൽ ടേംസ്, അന്ന് ഉപയോഗിക്കുന്ന പല മെഷർമെൻറ്റുകൾ, പല രീതിയിലുള്ള നമ്പർ സിസ്റ്റംസ്, പൈസയുടെ യൂണിറ്റുകൾ, സ്ഥലത്തിൻ്റെ യൂണിറ്റുകൾ, അബ്രിവേഷൻസ് അല്ലെങ്കിൽ സിമ്പിൾസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത്തരം പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളെ ഉപയോഗപ്പെടുത്തി ചെറിയ രീതിയിലെങ്കിലും ഇത്തരം ലിപികളെ പഠിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ തിരുവനന്തപുരം ആർക്കൈവ്സിൽ മാത്രം ഏകദേശം 10 മില്യണോളം ഓലകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 1% നമുക്ക് നോക്കാൻ പറ്റില്ല ഒരാൾക്ക്. 10 മില്യണോളം ഓലകളിൽ ഒരു ചെറിയ കെട്ടെങ്കിലും ചിലപ്പോൾ നോക്കിയാൽ അത്രത്തോളം വർക്ക് ചെയ്യും. അപ്പോൾ കേരളത്തിലൊക്കെ വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയ രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ ഇത്തരം സ്കോളർലി വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം, മലബാറിൻ്റെ ഫീൽഡ് കുറേയൊക്കെ മലബാറിൻ്റെ മുസ്ലിം ചരിത്രമൊക്കെ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയി മാറുകയാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സ്കോളർലി വർക്ക് ചെയ്യാൻ. എന്നാൽ സ്രോതസ്സുകൾ വളരെ കുറവാണ്. നമ്മൾ ഈ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള സ്രോതസ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ. അപ്പോൾ ഇത്തരം ലിപികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പണായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തരം ധാരാളമായി ആരും ഉപയോഗിക്കാതെ ആരും നോക്കാതെ വെച്ചിരിക്കുന്ന വളരെ നമ്മുടെ സാമൂഹികമായി എക്കണോമിക്കായിട്ടുള്ള ജീവിത വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ടുള്ള ഇത്തരം സ്രോതസ്സുകളിലേക്കുള്ള ആക്സസ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ പ്രാചീന കേരള ലിപികളിലെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം ബുക്കുകളിൽ ഇപ്പോൾ ഓലകളിൽ വരുന്ന കോലെഴുത്ത് ഓലകളിൽ വരുന്ന പലതരത്തിലുള്ള സിമ്പിൾസ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ തടി, മാസം, പാട്ടം, നെല്ല്, ഇതൊക്കെ. അപ്പോൾ ശ്രമകരമായ പണിയാണ്, അതല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ തീർത്തും ഉപയോഗപ്രദമാണ്, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്തരത്തിൽ ഒരു ലിപി എങ്കിലും പഠിച്ചെടുക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് മോഡേൺ തമിഴ് ലിപി, അല്ലെങ്കിൽ നമ്മൾ തമിഴ് ലിപി അറിയുക, തമിഴ് വായിക്കാൻ പഠിക്കുകയോ. വട്ടെഴുത്ത് എന്ന് പറയുന്നത്, വട്ടെഴുത്ത് വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിപിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. കാരണം അത് നമ്മൾ എപ്പിഗ്രാഫ്സും അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിനും ഉപയോഗിച്ചിരുന്ന
കേരള ഭാഷയുടെ ഒരു ലിപിയാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെട്ടെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ രണ്ടും പഠിക്കാൻ പറ്റും, കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പഠിക്കാൻ പറ്റിയാൽ കോലെഴുത്ത് വളരെ പിന്നെ നമുക്ക് കോലെഴുത്ത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഒന്നുകിൽ തമിഴ് മലയാളം വായിക്കാൻ അറിയെങ്കിൽ തന്നെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഞാൻ പറയുക. അപ്പോൾ ഇത്തരം സ്രോതസ്സുകൾ ഉപയോഗിക്കുക. അതേപോലെ എല്ലാ കൊല്ലവും KCHR-ഉം അതേപോലെ കേരള ഹിസ്റ്ററി കോൺഗ്രസ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേരളത്തിൽ ഒരു 2 ദിവസത്തെയോ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കോ വർക്ക്ഷോപ്പ് ഇപ്പോൾ നടത്തി. കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഒരു 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കോലെഴുത്തിൻ്റെ ലിപി പഠിപ്പിക്കുന്നത്. അപ്പോൾ രാഘവ വാര്യർ ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ KCHR-ൻ്റെയും ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത്തരം വർക്ക്ഷോപ്പുകൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ പോലും നിങ്ങൾ ഈ 2 പുസ്തകങ്ങൾ വാങ്ങി ഒന്ന് പരിശീലിച്ചാൽ എന്നിട്ട് അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പിന് പോകുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത് പോസിബിളായൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു ചെറിയൊരു ശ്രമം, ഒരു ലിപി, ഇത്തരം കോലെഴുത്താണ് കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ പറയാം. കാരണം കോലെഴുത്തിലാണ് ഡോക്യുമെൻസിൻ്റെ ഒരു ധാരാളിത്തം ഉള്ളത്. അപ്പോൾ കോലെഴുത്ത് ലിപി പഠിച്ചെടുക്കാൻ തുടങ്ങിയാൽ മുസ്ലിം സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററിയുടെ ഒരു ആയിരക്കണക്കിന് രേഖകൾ പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അതല്ലാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലെങ്കിലും ഉള്ള പ്രമാണിക, അല്ലെങ്കിൽ വലിയ തറവാട്ടുകാരെന്ന് പറയപ്പെടുന്ന മുസ്ലിംസിൻ്റെ ഇടയിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ പഴയ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉള്ള ഏരിയകളിലുള്ള കുടുംബങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവിടുത്തെ ചിലപ്പോൾ ഹിന്ദു, നായർ അല്ലെങ്കിൽ ബ്രാഹ്മിൺ കുടുംബങ്ങളിലൊക്കെ ഇത്തരം ഓലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ നാട് കൊണ്ടോട്ടിയാണ്. ഇപ്പോൾ അവിടെ ഉമ്മാൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഉള്ള വീടുകൾ എന്ന് പറയുന്നത് ഒരു ഏരിയയിലാണ്. പക്ഷേ ആ ഏരിയയിലുള്ള എല്ലാ ലാൻഡും അതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100-300 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നായർ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പൂതിരി കുടുംബത്തിൻ്റെയൊക്കെ ആയിരിക്കും. ഈ നമ്പൂതിരി കുടുംബത്തിന് ചെറിയ രീതിയിലുള്ള ഒരു ഓലശേഖരണമെങ്കിലും ഉണ്ടാവും. ആ ഓലശേഖരത്തിലേക്ക് ചിലപ്പോൾ ഈ ആക്സസ് ചിലപ്പോൾ ഈ കുടുംബങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമുക്കൊരു പേഴ്സണൽ റിലേഷൻസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ നെറ്റ്വർക്ക്സിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന തുടങ്ങിയാൽ മുസ്ലിം കുടുംബങ്ങളിൽ പോലും ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ കുടുംബവുമായി പരിസരത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഹിന്ദു തറവാടുകളിലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഓലകളുണ്ടാവും. അപ്പോൾ അത്തരം ഓലകൾ സംഘടിപ്പിക്കുക, അത് പ്രിസർവ് ചെയ്തുമൊക്കെ ഡിജിറ്റൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ വലിയൊരു ഇത്തരം സ്രോതസ്സുകൾ നമുക്ക് അറിയുന്ന ആളുകൾക്കെങ്കിലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ മലയാളം സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് ഒരു മുസ്ലിം, നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിലെ മുസ്ലിമിൻ്റെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഫൗണ്ടേഷൻ എന്താണെന്ന് നമുക്ക് ആധികാരികമായി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഞാൻ ഈ ടോക്കിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതുമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സഹായങ്ങളും ഇതെങ്ങനെ പഠിക്കണമെന്നോ ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ചെറിയ രീതിയിലൊക്കെ എനിക്ക് പറ്റും. ഞാനിപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആധികാരികമായി ഒരു ഓല നോക്കിയിട്ട് ഇത് ഇന്ന തന്നെയാണെന്ന് തീർത്ത് പറയാനുള്ള ഒരു സ്കില്ലൊന്നും ഇതുവരെ ആയിട്ടില്ല. കാരണം ഒരു 1.5 കൊല്ലമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇത് ഉപയോഗിക്കാനും തുടങ്ങിയിട്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു വളരെ പ്രിലിമിനറായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ചെറിയ രീതിയിലൊക്കെ ഇതിൻ്റെ ഒരു തുടക്കമിട്ട് തരാനുള്ള സഹായമൊക്കെ ചെയ്തു തരണമെങ്കിൽ ഈ മെയിലിൽ കോൺടാക്റ്റ് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള സംസാരങ്ങളോ ഡിസ്കഷനെങ്കിലും ചെയ്തു തരാൻ പറ്റും. താങ്ക് യു.